ഇത് കർത്താവ് ഡയറക്റ്റ് പറഞ്ഞതാ, സങ്കീർത്തനത്തിൽ എന്നെ പറ്റി എഴുതിയിട്ടുണ്ടെന്ന്. അന്നേരം ആ കുറെ വട്ടന്മാര് പറയുന്ന സങ്കീർത്തനമൊന്നും വായിക്കരുത്, ഇവനെല്ലാം തലയ്ക്ക് ഓളവാ. പിന്നെ നമ്മൾ ചെയ്യണം, നല്ല ബുദ്ധി ഉണ്ടാകാൻ പ്രാർത്ഥിക്കാം. യേശു കർത്താവ് നേരിട്ടാ പറഞ്ഞത്. പ്രവാചക പുസ്തകത്തിലും മോശയുടെ ന്യായ പ്രമാണത്തിലും സങ്കീർത്തനത്തിലും എന്നെ പറ്റി എഴുതിയിരിക്കുന്നെന്ന്. അയ്യോ, സങ്കീർത്തനമെല്ലാം ഒന്ന് ധ്യാനിച്ച് അപ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഒക്കെ ക്രിസ്തുവിനെ ഇല്ലയോ വെളിപ്പെടുത്തുന്നത്. 2:12 പ്രയോഗമുണ്ടല്ലോ, ഞാനൊരു രാജാവിനെ വാഴിച്ചിരിക്കുന്നു. 12-ാം വാക്യത്തിലുണ്ട്, പുത്രനെ ചുംബിക്കണം വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ. 22-ാം സങ്കീർത്തനം 11 മുതൽ അങ്ങോട്ട് പഠിച്ച് എന്ത് ക്ലിയർ ആയിട്ടാ കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച് വെച്ചിരിക്കുന്നത്. സങ്കീർത്തന പുസ്തകത്തിൽ അവിടത്തെ പറ്റി എഴുതിയിരിക്കുക. അപ്പൊ അതുകൊണ്ട് സങ്കീർത്തനം വായിക്കരുത്, സങ്കീർത്തനം പ്രബോധിപ്പിക്കരുത്, സങ്കീർത്തനം ആവശ്യമില്ലെന്ന് ആരേലും ഒരുത്തം വന്ന് പറഞ്ഞാൽ അവന് പ്രാർത്ഥിക്കാൻ പോലും അവസരം കൊടുക്കരുത്. അവൻ ദുരുപദേശക്കാരന്, അവനെ പുറകിൽ ഇറക്കി വിടണ്ട, പുറകിലെങ്ങാനും ഇരുന്നോടെ. കാരണം പ്രാർത്ഥിക്കാൻ അവസരം കൊടുത്ത അവൻ പ്രാർത്ഥനയ്ക്കകത്തൂടെ വിഷം വിതയ്ക്കും. ദൈവത്തിന് മഹത്വം. വേറെ പുസ്തകത്തിൽ സങ്കീർത്തനത്തിന് പ്രാധാന്യമുണ്ട്. അത് നമുക്ക് ഓടിച്ച് മുമ്പോട്ട് പോകാം, എല്ലാ ഭാഗവും എടുക്കാൻ നേരമില്ല. ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി നമ്മൾ വായിച്ചത് 29-ാം സങ്കീർത്തനം 8-ാം വാക്യമാണ്. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു. യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. കാദേശ് മരുഭൂമിയെ നടുക്കിയ ശബ്ദമാണ് ദൈവത്തിന്റെ ശബ്ദം. പ്രിയരെ, ഇന്ന് രാത്രി ദൈവം നമ്മോട് സംസാരിക്കും. ഈ ദൈവം സംസാരിക്കുന്നത് പല നിലകളിലാണ്. ശക്തമായിട്ട് ദൈവം നമ്മോട് സംസാരിക്കും, വളരെ ശക്തമായിട്ട്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ വായിക്കുന്നത് പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദം. ആമേൻ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19 നമ്മൾ പഠിക്കുമ്പോൾ ഏലിയാവിനോട് വളരെ മൃദുവായ ഒരു ശബ്ദം, ശാന്തമായിട്ട്. ആമേൻ. ഇയ്യോബിന്റെ പുസ്തകത്തിൽ വായിക്കുന്നത് നിന്നെപ്പറ്റി ഞാനൊരു മന്ദസ്വരം കേട്ടെന്നേ ഉള്ളൂ. അപ്പോൾ മന്ദസ്വരമുണ്ട്, മൃദുസ്വരമുണ്ട്, ശാന്തമായ ശബ്ദമുണ്ട്, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദമുണ്ട്. അപ്പൊ ഈ ചുരുക്കി പറഞ്ഞാൽ, എങ്ങനെ ദൈവം ഇടപെട്ടാലും ഏറ്റെടുത്താൽ നമുക്ക് അനുഗ്രഹമാണ്. ദൈവത്തിന്റെ മഹത്വം. ഈ 29-ാം സങ്കീർത്തനത്തിലെ വാക്യങ്ങള് ദൈവകുഞ്ഞുങ്ങൾക്ക് പലർക്കും മനപ്പാഠമാണ്. വിശേഷിച്ച് ഞങ്ങൾക്ക് ഉപദേശിമാർക്കല്ല ഈ വാക്യം മനപ്പാഠമാണ്. അതിന്റെ ഒരു കാരണം, ഇന്നിപ്പം ഇതിനകത്ത് കൺവെൻഷൻ ആയതുകൊണ്ടാണ്. സാധാരണ വെളിയിലൊക്കെ കൺവെൻഷൻ നടത്തുമ്പം നടത്തിപ്പുകാർ പറയും ഈ കൺവെൻഷന്റെ മഹായോഗത്തിന്റെ അനുഗ്രഹത്തിനായിട്ട്, ഉദാഹരണമാണ്, 3 ദൈവദാസന്മാര് മുമ്പോട്ട് വന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ നല്ല പരിജ്ഞാനത്തോടെ, പക്വതയോടെ, കൃപയോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് കൊടുക്കാവും. പൊതുസ്ഥലത്ത് യോഗം വെക്കണം. നമുക്ക് സെന്ററിന്റെ മേഖലയാണെന്ന് പറഞ്ഞ് കൊടുത്താൽ വായി വരുന്നതെല്ലാം വിളിച്ചു പറയും. അതൊക്കെ വേറെ വകുപ്പിലങ്ങ് വിട്ടേക്കണം. പൊതുയോഗം വെക്കുമ്പോൾ ആ രീതിയിലേ ചെയ്യാവൂ. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പം നമ്മൾ അങ്ങനല്ലല്ലോ കൊടുക്കുന്നത്. പുള്ളി പഴയ ആളാ കൊടുത്തേച്ച് ബോധക്കേട് പറഞ്ഞാലോ. പുള്ളി സെന്ററിന്റെ മെയിനായിട്ട് അവിടെ ഇരുന്നോട്ടെ. പക്ഷെ പൊതുവെ കൊടുക്കുമ്പോ ഒക്കെ വളരെ എന്ത് ബുദ്ധിമുട്ട്. ചില ശവസംസ്കാര വീട്ടിൽ സീനിയറാ, പഴയതാ, സെന്ററിൻ്റെതാ, ഇതാന്ന് പറഞ്ഞു കൊടുക്കും. 90-ാം സങ്കീർത്തനം മുഴുവൻ തെറ്റിക്കുക എന്ന് വായിച്ച്. ഈയിടെ ഒരു അടക്കത്തിന് ഞാനും പോയി. ഭയങ്കര ആള്. ഈ സ്വർഗീയ വിരുന്നുകാരുടെ ഡെഡ് ബോഡിയും കൊണ്ടുവരിക. വലിയ ഏരിയയായ, ചുരുക്കി പറഞ്ഞ ഒരു 10,000 പേരോളം ഉണ്ട്. നമ്മുടെ 3 അടക്കം ഒരേ സമയം, കല്ലറകളൊക്കെ ഇഷ്ടം പോലെ, ഒരു 10,000 പേര്. ആദ്യത്തത് ഞാൻ കൂടി അടക്കമാണ്. മറ്റവരും വന്നത് പോട്ട് മൈക്കും ഉണ്ട്. അപ്പൊ മെയിൻ ശുശ്രൂഷ എന്ന പുള്ളി പറഞ്ഞു, ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് ഇവിടെ ശുശ്രൂഷ സമയത്ത് ആരംഭിക്കുക. ഇപ്പോൾ 90-ാം സങ്കീർത്തനം വായിക്കും. ഒരു ഉപദേശിക്ക് മൈക്ക് കൊടുത്ത് എന്റെ തൊട്ടടുത്ത് നിൽക്കുക. ആദ്യം വായിച്ച ആദ്യത്തെ വാക്യമേ തെറ്റി. ഏത് മനുഷ്യനെ തെറ്റ് പറ്റാം. ഞാനൊന്ന് നോക്കി. 2-ാമത്തെ വാക്യവും തെറ്റി. എല്ലാരും കണ്ടു നോക്കി നിൽക്കുക. ഞാനൊന്നുകൂടെ ഒന്ന് നോക്കി. 3-ാമത്തെ വാക്യവും തെറ്റിച്ചു. കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഈ പുസ്തകവുമായിട്ട് യാതൊരു ബന്ധമില്ല. ഇത് വായിക്കുന്ന ധ്യാനിക്കുന്നില്ല, എടുത്ത് കക്ഷത്തിൽ വെച്ചുകൊണ്ട് അങ്ങോട്ട് ഓടി വന്നതാ. ഇത് രാവിലെ തൃപ്പാനത്തിൽ ഇരിക്കണ്ടേ? സാറ് കൊടുത്തൊരു വരിയുണ്ട്, തിരുമൊഴി ദിവസവും പുതുതായി പഠിക്കുകിൽ, തിരുമൊഴി ദിവസവും പുതിയതായി പഠിക്കുകിൽ. അപ്പൊ ഇത് എല്ലാ ദിവസവും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. 3 പ്രാവശ്യം തെറ്റി. ആൾക്കാരൊക്കെ ചിരിക്കുകയും 4-മതേം തെറ്റിച്ചു.
ഞാൻ മൈക്കിഞ്ഞ് മേടിച്ചിട്ട് പറഞ്ഞ് വായിക്കണ്ട മാറി നിൽക്കാൻ പറഞ്ഞു. ഇപ്പൊ സണ്ണി നിൽപ്പുണ്ട്, സണ്ണി വായിക്കും. നമ്മൾ സണ്ണി കെട്ടിച്ചാൽ സണ്ണിയുടെ ഇന്ന് മൈക്ക് വായിക്കും. നമുക്കൂടെ ആക്ഷേപമാണ്. ഒന്ന് തെറ്റാൻ കുഴപ്പമില്ല, രണ്ട് തെറ്റാൻ കുഴപ്പമില്ല. അല്ലെ കണ്ണു പിടിക്കാത്തവര്, അക്ഷരം തിട്ടമില്ലാത്തവര് പറയണം, അച്ഛാ ഞാൻ വായിക്കത്തില്ല, വേറെ ആർക്കെങ്കിലും കൊടുക്കും. ഇതിങ്ങനെ ഓട്ടവും കൊടുക്കുകയല്ല, പിടിയും കൊടുക്കുകയല്ല, നിക്കുക. വിവാഹ ശുശ്രൂഷയിലും ചിലർ 45 വായിച്ച എത്ര തെറ്റാന്നറിയാമോ? അച്ഛനൊക്കെ ഒത്തിരി അനുഭവം കാണുമല്ലോ. മുഴുവൻ തെറ്റിക്കുക. ഈ അതിന് ചാതുര്യമില്ലാത്തവര്, തന്മയത്വമില്ലാത്തവര് പറയണം, ഞാൻ വേണേ ഒരു വാക്ക് പ്രാർത്ഥിക്കാം, അത് ആർക്കെങ്കിലും കൊടുക്ക്. പേര് വെക്കുമ്പോഴേ കൊടുക്കണ്ടേ? പറയുന്നത് തെറ്റാ എങ്കിലും സന്ദർഭം വന്നുകൊണ്ട് പറയാം. ഞങ്ങൾക്ക് ഒരച്ഛനുണ്ട്, യുക്തിക്ക് മറുപടി പറയുന്ന ആളാ ഇപ്പോഴും ഉണ്ട്. ആരാ എന്താണെന്നൊന്നും എന്നോട് ഇപ്പൊ ചോദിക്കരുത്. കുമ്പനാട് കൺവെൻഷന് ഇപ്പോഴല്ല, ചില വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ച ഒരാളെ, അന്ന് പുതുതായിട്ട് ആദ്യമായിട്ടാണ് പുള്ളി കുമ്പനാട് കൺവെൻഷന് പ്രസംഗിക്കുന്നത്. പ്രസംഗിച്ച് ഇങ്ങോട്ട് പ്രസംഗിക്കുമ്പോൾ പുള്ളി പറഞ്ഞു, എനിക്ക് ഇതിനുള്ള കഴിവൊന്നുമില്ല, എനിക്ക് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല, കഴിവൊന്നുമില്ല എന്നൊക്കെ പുള്ളി വളരെ വിനയമായിട്ടൊക്കെ ഞാൻ പറഞ്ഞത്. എന്നേക്കാൾ കഴിവുള്ളവരും ശ്രേഷ്ഠന്മാരും പ്രഗത്ഭന്മാരും ഉണ്ട്, എനിക്ക് കഴിവൊന്നുമില്ല എന്നൊക്കെ പുള്ളി പറഞ്ഞ് അത്ര വലിയ പ്രസംഗമല്ലായിരുന്നു. കുറ്റം പറയല്ല. അപ്പൊ ഇറങ്ങി വന്നപ്പം നമ്മളുമൊക്കെ പ്രാർത്ഥിച്ച് പുള്ളിയെ ദൈവം വീണ്ടും ബലപ്പെടുത്തട്ടെ. പക്ഷെ ഞങ്ങളുടെ ഒരു അച്ഛനുണ്ടെന്ന് പുള്ളി ഇറങ്ങി ഇതിലെ ഇങ്ങോട്ട് വന്നപ്പം കൈക്ക് പിടിച്ച് ചോദിച്ചു, പേരിന്നതാ, എവിടാ സ്ഥലം, അതൊക്കെ പുള്ളി പറഞ്ഞു. ഇപ്പോഴേ ആ കമ്മിറ്റിക്കാര് പ്രസംഗത്തിന് ഡേറ്റ് തന്നപ്പോൾ പറയണമായിരുന്നു, എനിക്ക് കഴിവില്ല, കഴിവുള്ളവർക്ക് കൊടുക്കുക, നീ മറ്റൊരുത്തന്റെ അവസരം നഷ്ടപ്പെടുത്തുകയും ചെയ്തു, നീ വല്ലതും പറഞ്ഞു, അതും ഇനിമേലും ഇങ്ങനെ ആവർത്തിക്കരുത്. കേൾക്കുമ്പോൾ നമുക്ക് ചില ബുദ്ധിമുട്ടൊക്കെ വരും, എന്നാലും അതിനൊരു മറുവശാൽപ്പന്യായവും ഉണ്ട്. എന്നെ ചില വിഷയം പ്രസംഗിക്കാവോ എന്ന് ചോദിക്കും. ഞാൻ പറയും, എനിക്കത് അറിയത്തില്ല, ഇന്നയാളിനെ വിളിക്ക്, നന്നായിട്ട് പുള്ളി പറയും. അപ്പൊ പറയുന്നതിന് നാണക്കേടൊന്നുമില്ല. എന്നെ നാണക്കേടല്ല. ഇന്ന വിഷയം പാസ്റ്റ് പ്രസംഗിക്കുമോ? ഞാൻ പ്രസംഗിക്കത്തില്ല, എനിക്കത് അറിയത്തില്ല. അതേസമയം അത് നന്നായി പറയുന്ന ഒരാളെ എനിക്കറിയാം, പുള്ളിയെ വിളിക്ക്. അങ്ങനല്ലേ ചെയ്യണ്ടേ? ചിലക്ക് ആശീർവാദം പറയാൻ അറിയാൻ മേല. മുഴുവൻ ആശീർവാദം പിന്നെ പ്രാർത്ഥനയായി, പ്രാർത്ഥന കണ്ണുനീരായി. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരാൾ തെറ്റിച്ചു, എന്നാ ചെയ്യാനാ? അത് ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ, നമുക്ക് ആ വിഷയം വിട്ടേക്കാം, വെറുതെ എന്തിനാ ഒരു അലോക്യം ഉണ്ടാക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, സങ്കീർത്തന പാരായണത്തിന് വളരെ പ്രാധാന്യമായി. ഈ സങ്കീർത്തനത്തിലെ ഒട്ടുമിക്ക വാക്യങ്ങളും നമുക്ക് തിട്ടമാണ്. അപ്പൊ കൺവെൻഷൻ വേദികളിൽ ദൈവദാസന്മാരെ പ്രാർത്ഥിക്കാൻ ക്ഷണിക്കുമ്പോൾ അവര് സന്ദർഭോചിതമായിട്ട് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ സങ്കീർത്തനത്തിലെ വാക്യങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിക്കും. സാധാരണ കേട്ടിട്ടുണ്ട്, നിങ്ങളും കേട്ടിട്ടുണ്ടല്ലോ, കർത്താവേ കാലാവസ്ഥ അനുകൂലമാക്കിയപ്പോ മൈക്ക്, ലൈറ്റ്, സൗണ്ട് എല്ലാം നന്നായി പ്രവർത്തിക്കുന്നു, ഇന്ന് രാത്രി നീ സംസാരിക്കണം, ദേശത്തോട്ട് ഇടപെടണം, നിന്റെ ദാസനെ കരത്തിലെടുക്കണം, അവിടുത്തെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണം, മരത്തിന്റെ തോലിരിക്കുന്ന ശബ്ദം, മാൻപേടകളെ പ്രസരിക്കുമാറാക്കുന്ന ശബ്ദം, ആമേൻ സ്തോത്രം, ആമേൻ യഹോവയുടെ ശബ്ദം, ശക്തിയോടെ മുഴങ്ങുന്ന ആ ശബ്ദം, കാദേശ് മരുഭൂമിയെ നടുക്കിയ ശബ്ദം, ഇതൊക്കെ നല്ല അടുക്കടുക്കായിട്ട് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച് നിർത്തും, വടക്കിനോട് ധരിക്കാന്നും തെക്കിനോട് തടുത്തു വെക്കരുന്ന് അരുളി ചെയ്ത അവിടുത്തെ ശബ്ദം ഇന്ന് രാത്രി കേൾപ്പിക്കണം എന്നൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കും. ചിലര് ആ പ്രാർത്ഥന കേൾക്കുമ്പോൾ തന്നെ ആത്മാവി നിറയുന്നതും കാണാം. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ സങ്കീർത്തനത്തിലെ വാക്യമൊക്കെ മിക്കവർക്കും തിട്ടമാണ്. അങ്ങനെ പഠിച്ചു വരുമ്പോൾ ഈ 8ാം വാക്യത്തിൽ യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു, യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. നമ്മൾ ഈ വാക്യമെല്ലാം ഉച്ചരിച്ച് പ്രാർത്ഥിക്കും, കാദേശ് മരുഭൂമിയെ നടുക്കിയ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണം. ഞാൻ ആ വിഷയം ശാന്തമായിട്ടൊന്ന് ധ്യാനിച്ചു, ചിന്തിച്ചു. അപ്പൊ ലഭിച്ച കൃപയ്ക്കനുസരിച്ച് ഈ കാദേശിനെ നടുക്കിയ ശബ്ദം എന്നാന്ന് ചിന്തിച്ചപ്പം ഇപ്പൊ ആ വാക്യം അധികം പറഞ്ഞ് പ്രാർത്ഥിക്കാറില്ല, പേടിയാ. എന്തുകൊണ്ടാണ് ഈ കാദേശ് മരുഭൂമി നടുങ്ങിയത്? ഇന്ന് രാത്രി നമ്മൾ അത് ചിന്തിക്കുന്നത്. നിശ്ചയിക്കപ്പെട്ട സമയത്ത് പ്രസംഗം നിർത്തും, തീർന്നില്ലെങ്കിൽ ബാക്കി നാളെ. കാദേശ് മരുഭൂമി നടുങ്ങാനുള്ള കാരണം ശ്രദ്ധിക്കുക. ഈ കാദേശ് എന്ന വാക്കിന്റെ ഒരർത്ഥം യഹോവയ്ക്ക് വിശുദ്ധം, ദൈവം വിശുദ്ധീകരിച്ച സ്ഥലം, ദൈവം വിശുദ്ധം എന്നെണ്ണിയ സ്ഥലം, അതാണ് കാദേശ്, യഹോവയ്ക്ക് വിശുദ്ധം. ഈ കാദേശിന് പണ്ട് ഒരു പേരുണ്ടായിരുന്നു, പഴയ പേര്. ആ പേര് ഏൽ മിഷ്പാത്ത് എന്ന. കാദേശിന്റെ പണ്ടത്തെ പേര് ഏൽ മിഷ്പാത്ത്. ഒരു വാക്യം വായിച്ച ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം, വേഗത്തിൽ. ഉൽപ്പത്തി 14:6 പെട്ടെന്നൊന്ന് വായിച്ചേ.
സായിമിലെ ഏമിരെയും ആ സെയീർ മലയിലെ ഹോരിരെയും ആ മരുഭൂമിക്ക് സമീപമുള്ള എൽ പാരാൻ വരെ തോൽപ്പിച്ചു. ആ പിന്നെ അവർ പിന്നെ അവർ തിരിഞ്ഞ് കാദേശ് എന്ന കാദേശ് എന്ന ഏൻ മിശ്പാത്ത് ഏൽ മിഷ്പാത്ത്, മോളെ ഒരിക്കൽ കൂടി ആ വാക്യം ഒന്ന് വായിച്ച, ഏമിരെയും ശാവേ കിര്യാത്തയിമിലെ ഏമ്യരെയും സെയീർ മലയിലെ ഹോര്യരെയും മരുഭൂമിക്ക് സമീപമുള്ള ഏൽ പാരാൻ വരെ തോൽപ്പിച്ചു. പിന്നെ അവർ തിരിഞ്ഞ് കാദേശ് എന്ന ഏൻ മിശ്പാത്ത് ഏൽ മിഷ്പാത്ത്. അപ്പൊ ശ്രദ്ധിക്കുക, കാദേശിന്റെ പണ്ടത്തെ പേരാണ് ഏൽ മിഷ്പാത്ത്. ഏൽ മിഷ്പാത്ത്. ഏൽ മിഷ്പാത്ത് എന്ന വാക്കിന്റെ ഒരർത്ഥം ന്യായവതിയുടെ സ്ഥലമെന്ന. വേദപുസ്തകം പഠിക്കുന്ന നിങ്ങൾക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം യുദ്ധങ്ങളുടെ അധ്യായമാണ്. ഉൽപ്പത്തി 1 സൃഷ്ടിവൃത്തം, 2 മനുഷ്യനെ സൃഷ്ടിക്കുന്നു, 3 പാപം പ്രവേശിക്കുന്നു, 4 കയീൻ ഹാബേലിനെ കൊല്ലുന്നു, 5 സെമിത്തേരുടെ അധ്യായം, ആദാം മരിച്ചു, ശേത്ത് മരിച്ചു, ഏനോശ് മരിച്ചു, കേനാൻ മരിച്ചു, മഹലേൽ മരിച്ചു, യാരദ് മരിച്ചു, മധുശലേക്ക് മരിച്ചു, ലാമക്ക് മരിച്ചു, നോഹം മരിച്ചു, സെമിത്തേരുടെ അധ്യായം. 6-ാം അധ്യായം നോഹയ്ക്ക് കൃപ കൊടുക്കുകയും ജനത്തിന്റെ പാപം നിമിത്തം വെള്ളപ്പൊക്കത്തിന് പദ്ധതി ഇടുക. 7 പെട്ടകം പണിതു, 8 പെട്ടകം ഒഴുകി നടന്ന് അരാരാത്തിൽ ഉറച്ചു, 9 പെട്ടകത്തിന് വെളിയിലിറങ്ങി, 10 അവരുടെ ചരിത്രം കാണുക, നിമ്രോദിന്റെ ചരിത്രം, 11 ബാബേൽ ഗോപുരം, 12 ഇറങ്ങി പുറപ്പെടുന്നു, 13 ഇസ്രയേലിലെത്തി, 14 യുദ്ധം. അപ്പൊ ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം യുദ്ധങ്ങളുടെ അധ്യായമാണ്. 4 നാട്ടുരാജാക്കന്മാർ 5 നാട്ടുരാജാക്കന്മാരുമായിട്ട് യുദ്ധം ചെയ്തു. ഈ യുദ്ധത്തിൽ 4 പേരെ പേടിച്ച് 5 പേര് ഓടിപ്പോയ കൂട്ടത്തിൽ സോദോം രാജാവ് കുഴിക്കകത്ത് പോയി. പലരും ചെതറി ഓടി. ഒരു തന്നെ എതിർച്ചയാ ഓടി വന്ന് എബ്രായനായ അബ്രഹാമിനോട് വന്ന് പറഞ്ഞു, അബ്രഹാമെ, സോദോമിൽ യുദ്ധം നടന്നു, എന്നിട്ട് സോദോമിനെ കൊള്ള കിട്ടും, പിന്നെ സോദോമിനെ അപകരിച്ചു, പിന്നെ നിന്റെ സഹോദര പുത്രൻ ലോത്ത് അവന്റെ ഭാര്യ കുട്ടികളെയെല്ലാം തട്ടിക്കൊണ്ടുപോയി. അന്ന് അബ്രഹാം മമ്രയുടെ തോപ്പില്ല. അബ്രഹാം പെട്ടെന്ന് മമ്രെ, അനോർ, എഷ്കോൽ 3 പേര് തന്റെ വീട്ടിൽ ജനിച്ചു വളർത്തപ്പെട്ട 318 അപ്പിയാസി, 318 3 321 അബ്രഹാമിനെ കൂട്ടി 322 പേര് അന്ന് രാത്രി സോദോമിനെ കൊള്ളകിട്ട 4 വമ്പൻ രാജാക്കന്മാര് അമ്പയെ പരാജയപ്പെടുത്തി ശിഷ്ടമുള്ള ജനത്തെ നിഗ്രഹിച്ചു. അപ്പൊ ഇവരെ കൊന്നൊടുക്കിയ സ്ഥലമാണ് ഏൽ മിഷ്പാത്ത്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ന്യായവതിയുടെ സ്ഥലം എന്ന അർത്ഥം വന്നത്. ഏൽ മിഷ്പാത്ത്. ഏൽ മിഷ്പാത്ത് എന്ന് പറഞ്ഞാൽ ന്യായവതിയുടെ സ്ഥലം. ആ ഏൽ മിഷ്പാത്തിനെ ദൈവം മാറ്റി മറിച്ചാണ് കാദേശ്, യഹോവയ്ക്ക് വിശുദ്ധം എന്ന് പറഞ്ഞാൽ. കാദേശ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വിശുദ്ധം. കാദേശിന്റെ പണ്ടത്തെ പേര് ഏൽ മിഷ്പാത്ത്. ആ വാക്കിന്റെ അർത്ഥം ന്യായവതിയുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ ന്യായവതിയുടെ സ്ഥലത്തെ ദൈവം ശുദ്ധീകരിച്ചു, കാദേശാക്കി. നമ്മളോടുള്ള ബന്ധത്തിൽ ഒരു കാലത്ത് ഞാനും നിങ്ങളുമെല്ലാം ന്യായവതിക്ക് അല്ല, ശിക്ഷാവിധിക്ക് അർഹരായി പോയവരാ. എന്നാൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരുവൻ കാൽവറിയിൽ യാഗമായി. പ്രൈസ് ദി ലോർഡ്. സ്വർഗമഹിമകൾ വെടിഞ്ഞ് താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന നാടകം നന്മ സുവിശേഷിച്ച് മരിച്ചവരെ ഉയർപ്പിച്ച് രോഗികളെ സൗഖ്യമാക്കി തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് മരിച്ച് അവിടുത്തെ പരിശുദ്ധ രക്തം നമുക്ക് വേണ്ടി ചിന്തി അവിടുത്തെ തിരുശരീരം നമുക്കായി തുറക്കപ്പെട്ട് അത് വിശ്വസിച്ച എനിക്ക് നിങ്ങൾക്ക് രക്ഷയുണ്ടായി. യേശുവിനെ ഉള്ളത്തിലേറ്റെടുത്തു. കാൺമീൻ, നാം ദൈവമക്കളാ, നമ്മുടെ ശിക്ഷയെല്ലാം മാറി. അപ്പോൾ ന്യായവതിയുടെ സ്ഥലത്തെ ദൈവം ശുദ്ധീകരിച്ചു, വിശുദ്ധമാക്കിയതാണ് കാദേശ്. എന്നാൽ നമ്മളിവിടെ വായിച്ചത് ഈ കാദേശ് മരുഭൂമി നടുങ്ങി. അങ്ങനെ വിശുദ്ധീകരിച്ച കാദേശ് എന്നാ നടുങ്ങാൻ കാര്യം? ഒരു കാലത്ത് ന്യായവതിക്ക് അർഹരായി കിടന്നതാ, രക്ഷിച്ചു, വിശുദ്ധീകരിച്ചു. പക്ഷെ ഇപ്പം പിന്നെ ഇത് നടുങ്ങുക. എന്തുകൊണ്ടാണ് ഈ കാദേശ് നടുങ്ങാൻ കാരണം? ശ്രദ്ധിക്കുക, ശാന്തമായിട്ട് ധ്യാനിക്കാം. ഇത് സഭാകുളിനകത്തുള്ള യോഗം കൂടെ ആയതുകൊണ്ട് ആ നിലയിൽ നമുക്ക് ചിന്തിക്കാം. വെളിയിലായിരുന്നെങ്കിൽ വേറൊരു അന്തരീക്ഷത്തിലായിരുന്നു പോകുന്നത്. ഇന്നിപ്പോ ഇതകത്തല്ലേ. അപ്പോൾ കാദേശ് നടുങ്ങാൻ കാരണം, ശ്രദ്ധിക്കുക, കനാൻ ദേശത്തോട് ഏറ്റവും അടുത്ത് കിടന്ന സ്ഥലമായിരുന്നു കാദേശ്. ഒരു വാക്യം വായിച്ചേ, ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13-14 തിരുവെടുത്ത്. ഇപ്പോൾ എഴുന്നേറ്റ് സെരേദ് തോട് കടപ്പിൻ എന്ന് കൽപ്പിച്ചതുപോലെ നാം സെരേദോട് കടന്നു. നാം കാദേശ് ബർണയിൽ നിന്ന് പുറപ്പെട്ടത് മുതൽ സെരേദ് തോട് കടക്കും വരെയുള്ള കാലം 38 സംവത്സരമായിരുന്നു. അതിനിടയിൽ യോദ്ധാക്കളായിരുന്ന തലമുറയൊക്കെയും യഹോവ അവരോട് സത്യം ചെയ്തു. കനാൻ ദേശത്തോട് ഏറ്റവും അടുത്ത് കിടന്ന സ്ഥലമാ കാദേശ്. ഇവിടെ ആവർത്തന പുസ്തകം അവിടെ 2-ാം അധ്യായത്തിന്റെ 13-14 വായിക്കുക. ഇപ്പോൾ എഴുന്നേറ്റ് സെരേദ് തോട് കടപ്പൻ എന്ന് കൽപ്പിച്ചതുപോലെ നാം സെരേദ് തോട് കടന്നിരിക്കുന്നു. നാം കാദേശ് ബർണയിൽ നിന്ന് പുറപ്പെട്ടത് മുതൽ സെരേദ് തോട് കടക്കും വരെയുള്ള കാലം 38 സംവത്സരം.
അതിനിടയിൽ യോദ്ധാക്കളാകുന്ന തലമുറയൊക്കെയും യഹോവ അവരോട് സത്യം ചെയ്തതുപോലെ പാളയത്തിൽ നിന്ന് മുടിഞ്ഞു പോയെന്ന ആ പദം പറയാൻ പേടിയാ, പക്ഷെ എഴുതിയിരിക്കുന്നത് കൊണ്ടും പറയേണ്ടത് കൊണ്ടും പറയാതിരിക്കാൻ ഒക്കത്തില്ല. മുടിഞ്ഞു പോയി. അടുത്ത പദം പിന്നെയും മുടിഞ്ഞു പോയെന്ന് തന്നെ. അവർ മുടിഞ്ഞു തീരുന്നത് വരെ വായിച്ചേ മോളെ. യഹോവയുടെ കൈ അവരെ പാളയത്തിൽ നിന്ന് നശിപ്പിപ്പാൻ തക്കവണ്ണം അവർക്ക് വിരോധമായി, ഇവർക്ക് വിരോധമായിരുന്നു. ശ്രദ്ധിക്കുക, ഈ കനാൻ ദേശത്തോട് ഏറ്റവും അടുത്ത് കിടന്ന സ്ഥലമായിരുന്നു കാദേശ്. കനാൻ എന്ന് പറഞ്ഞാൽ ഉലകത്തിലെ ഏറ്റവും നല്ല സ്ഥലമാണ്. ഏതൻ തോട്ടം കഴിഞ്ഞാൽ പിന്നെ നമ്പർ 1 സ്ഥലമാണ് കനാൻ ദേശം. ഇതിന് 4 അതിരുകളാണ്. കിഴക്ക് ബാഷാൻ പർവ്വതം, വടക്ക് ലെബനോൻ പർവ്വതം, തെക്ക് മിസ്രയീം തോട്, പടിഞ്ഞാറ് കടലും മലയും കൂടാ. 4 അതിരുകളാണ്. ഇതിന് ഈ പേര് വരാൻ പല കാര്യമുണ്ട്. കനാൻ നാടെന്ന പേര് പല പേരുകളാണ്. കനാൻ നാട്, വാഗ്ദത്ത നാട്, എബ്രായ ദേശം, വിശുദ്ധ നാട്, പലസ്തീൻ, ഇങ്ങനെയുള്ള പേരുകളുണ്ട്. ഇതിന് കാരണം കനാൻ നാടെന്ന് പേര് വരാൻ കാര്യം കനാന്റെ സന്തതികൾ വന്ന് കുടിയേറി പാർത്ത സ്ഥലമാണ് ഈ കനാൻ. നമുക്കറിയാം കനാൻ എന്ന് പറഞ്ഞാൽ നോഹയുടെ കൊച്ചുമക്കളാണ്. നോഹയ്ക്ക് 3 മക്കളാണ്. അതിലെ ഷേം, ഹാം, യാഫേത്ത്. അതിലെ ഷേമിന്റെ വംശത്തിൽപ്പെട്ടതാണ് അബ്രഹാമും സന്തതി പരമ്പരകളും. ഹാമിന്റെ വംശത്തിൽപ്പെട്ടതാണ് ഫെലിസ്ത്യരും കനാന്യരുമെല്ലാം. 1-2 വാക്യം തെളിവിന് വായിച്ചു. ഈ വായിപ്പിക്കുന്നത് ഞാൻ തൊടുകൈക്ക് പറഞ്ഞായിരുന്നല്ലോ എന്തിനാ വായിപ്പിക്കുന്നത് മനസ്സിലായി കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ. ഈയിടെ ഒരാൾ പറഞ്ഞ അയാൾ വായി വരുന്നതെല്ലാം പറയുമെന്ന്. അപ്പൊ അതുകൊണ്ടാണ് ഇത് വായി വരുന്നത് ഇതിനകത്തുള്ളതാ, അത് ഇതിനായി വായിപ്പിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് അറിയാൻ പാടില്ല, നിങ്ങൾക്കെല്ലാം അറിയാം. ഇരിപ്പ് കാണുമ്പോൾ എനിക്കും അറിയാം. എന്നാലും ഒന്ന് വായിച്ചു. ദൈവത്തിന് മഹത്വം. തന്നെയല്ല, ഈ ഇരിപ്പിരുന്ന് പോകാതെ കുറച്ച് ഭാഗ്യം ഉണ്ടാകട്ടെ. വായിപ്പിക്കുന്നവനും ഭാഗ്യമാ, കേൾക്കുന്നവർക്കും. അപ്പൊ യോഗത്തിന് വന്ന് മറ്റൊന്നും ഭാഗ്യം ഉണ്ടായില്ലെങ്കിൽ ഇങ്ങനെയും കുറെ ഭാഗ്യമായിട്ട് പോകും. അപ്പൊ എന്തായാലും ഈ കനാന്റെ സന്തതികള് ഇത് ഷേമിന്റെ വംശത്തിൽപ്പെട്ടതാ, ഈ നോഹയുടെ വംശത്തിൽപ്പെട്ടതാ. നോഹയ്ക്ക് 3 മക്കള്, ഷേം, ഹാം, യാഫത്ത്. വായിച്ചേ മോളെ, നിങ്ങൾ ചടികടാന്ന് വായിക്കണം. ഉൽപ്പത്തി 10-ന്റെ 1, 2, 3 പെട്ടെന്ന്. 4-ാം വാക്യം വായിച്ചു. 10-ന്റെ 4. യാവാന്റെ പുത്രന്മാർ ഏലീശ. 10-ന്റെ 1 വായിച്ചേ. നോഹയുടെ പുത്രന്മാരായ ഷേം, ഹാം, യാഫേത്ത്. അപ്പോൾ 3 പേര് ഷേം, ഹാം, യാഫത്ത്. അതിലെ ഷേമിന്റെ വംശത്തിൽപ്പെട്ടതാണ് അബ്രഹാം. അതാ 11-ാം അധ്യായത്തിന്റെ 10, 12, 14, 16, 18, 20, 22, 24, 26. ഇനി 10-ാം അധ്യായത്തിന്റെ 6 മുതൽ താഴോട്ട് 10-ന്റെ 13, 14 ഒക്കെ വായിക്കണം. ആദ്യം 11-ന്റെ 10 വായിച്ചു. ഷേമിന്റെ വംശപാരമ്പര്യമാവത്. ഷേമിന് 100 വയസ്സായപ്പോൾ ജലപ്രളയത്തിന് പിമ്പ് 2 സംവത്സരം കഴിഞ്ഞപ്പോൾ അർപ്പക്ഷാദിനെ ജനിപ്പിച്ചു. 12-ാം വാക്യം. അർപ്പക്ഷാദിന് 35 വയസ്സായി അവൻ ശാലേഖിനെ ജനിപ്പിച്ചു. 14-ാം വാക്യം. ശാലേഖിന് 30 വയസ്സായി അവൻ ഏബേരിനെ ജനിപ്പിച്ചു. 16-ാം വാക്യം. ഏബേരിന് 34 വയസ്സായി അവൻ പെലേഗിനെ ജനിപ്പിച്ചു. 18-ാം വാക്യം. പെലേഗിന് 30 വയസ്സായി അവൻ രയൂവിനെ ജനിപ്പിച്ചു. 20-ാം വാക്യം. രയൂവിന് 32 വയസ്സായി അവൻ ഷെറൂഗിനെ ജനിപ്പിച്ചു. 22-ാം വാക്യം. ഷെറൂഗിന് 30 വയസ്സായി അവൻ നാഗോറിനെ ജനിപ്പിച്ചു. 24-ാം വാക്യം. നാഗോറിന് 29 വയസ്സായി അവൻ തേറകിനെ ജനിപ്പിച്ചു. 26-ാം വാക്യം. തേറകിന് 70 വയസ്സായപ്പോ അവൻ അബ്രാം, നാഹോർ, ഹാരാൻ എന്നിവരെ ജനിപ്പിച്ചു. 27 തേറകിന്റെ വംശപാരമ്പര്യമാവത്. തേറക് അബ്രാമിനെയും നാഗോറിനെയും ഹാരാനെ ജനിപ്പിച്ചു. ഹാരാൻ തന്റെ ജന്മദേശത്ത് കൽദരുടെ പട്ടണമായ ഊരി വെച്ച് തന്റെ അപ്പനാകുന്ന തേറകിന്റെ മുന്നേ മരിച്ചുപോയി. അബ്രാമിന് നാഗോറും ഭാര്യമാരെ എടുത്തു. അബ്രാമിന്റെ ഭാര്യയ്ക്ക് സാറ എന്ന്, നാഗോറിന്റെ ഭാര്യയ്ക്ക് മിൽക്ക എന്ന് പേര്. ഇവിടെ മിൽക്കയുടെയും ഇസ്കയുടെയും വായിച്ചേ. ഇവർ മിൽക്കായുടെയും ഇസ്കായുടെയും അപ്പനായ ഹാരാന്റെ മകൾ തന്നെ. അടുത്തത് സാറ മച്ചിയായിരുന്നു. സന്തതി ഒന്നും ഉണ്ടായിരുന്നില്ല. അടുത്തത് തേരഹ് തന്റെ മകനായ അബ്രാമിനെയും ഹാരാന്റെ മകനായ തന്റെ പൗത്രൻ ലോത്തിനെയും തന്റെ മകനായ അബ്രഹാമിന്റെ ഭാര്യയായ മരുമകളാകുന്ന സാറായും കൂട്ടിക്കൊണ്ട് കൽദയരുടെ ഒരു പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് യാത്രയാകുവാൻ പുറപ്പെട്ടു. അങ്ങനെ അവർ ഹാരാൻ വരെ വന്നവിടെ പാർത്തു. തേരകന്റെ ആയുഷ്കാലം 205 സംവത്സരം തേരക് ഹാരാനി വെച്ച് മരിച്ചു. ഇതാണ് അബ്രാമ്യ പാരമ്പര്യം. അപ്പൊ നോഹയ്ക്ക് 3 മക്കൾ, ഷേം, ഹാം, യാഫത്ത്. ഷേമിന്റെ 10-ാം തലമുറ അബ്രഹാം. 2-ാമത്തവൻ ഹാം. ഹാമിന് 4 മക്കൾ. 10-ന്റെ 6 വായിച്ചേ. ഹാമിന്റെ പുത്രന്മാർ കൂശ്, മിസ്രയീം, പൂത്ത്, കനാൻ. അപ്പൊ 4 പേര്. അത് 2-ാമത്തവൻ മിസ്രയീം. മിസ്രയീമിന് 6 പിള്ളേര്. 13-ാം വാക്യം. മിസ്രയീമോ, ലൂദീം, അനാമീം, ലെഹാബീം, നഫ്തുഹീം, പത്രൂസീം, മതി. അപ്പൊ 6 പേര്.
മിസ്രൈമോ, ലൂതി, അനാമിൻ, ലഹാബിൻ, നപ്തോഗിൻ, പത്രോസിൻ, കത്രോസിൻ, 6 പേര്. ഇനി 14 വാക്യം ഇവരിൽ നിന്ന് വായിച്ചേ. ഇവരിൽ നിന്ന് ആ. ഫെലിസ്ത്യർ ഇതാണ് ഫെലിസ്തീന്റെ ചരിത്രം. ഇവരിൽ നിന്ന് ഫെലിസ്തീൻ ഉത്ഭവിച്ചു. അപ്പോൾ ഈ കനാൻ ദേശം, കനാന്റെ സന്തതികൾ വന്ന് കുടിയേറി പാർത്തത് കൊണ്ട് പിൽക്കാലത്ത് ഈ ദേശം കനാൻ ദേശം എന്നറിയപ്പെട്ടു. ചില സഭയൊക്കെ ചില ആൾക്കാരുടെ പേരിൽ അറിയപ്പെടത്തില്ലേ? കുഞ്ഞോളമ്മാമ്മയുടെ സഭ, കുഞ്ഞോനിച്ചാന്റെ സഭ, തങ്കമ്മാമ്മയുടെ സഭ, പാപ്പച്ചായന്റെ സഭ, ഇടുക്കുളയുടെ സഭ. മിണ്ടുന്നില്ല. എന്നോടൊരു ഒരാൾ ചോദിച്ചു പേരെന്നാ? ഞാൻ പറഞ്ഞു പേര് അനീഷ് എന്ന്. എവിടാ വീട്? ഞാൻ പറഞ്ഞു കാവാലം. ഓ, ലീലാമ്മയുടെ സഭയിലാണ്. ഞാൻ ചോദിച്ചു ലീലാമ്മ എപ്പോഴാ രക്തം ഊറ്റിയത്? സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭയെന്ന് കർത്താവിനെ പറ്റിയാ. അല്ല, ചിലരുടെ ഇരിപ്പ് കണ്ട അവരുടെ ആ സഭയെന്നും പറഞ്ഞ് കർത്താവ് ഡയറക്റ്റ് പറഞ്ഞു എന്റെ സഭയാണ്, എന്നാലും കൊടുക്കുകയല്ല. പിന്നെ സഭയോടൊരു കൂറും താല്പര്യം ഒക്കെ ഉള്ളത് നല്ലതാണ്. ദൈവത്തിന് നമുക്ക് പദത്തിൽ പിടിച്ചൊരൊടക്ക് വേണ്ട, വിട്ടേക്കാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കനാൻ ദേശം എന്ന പേര് വരാൻ കാര്യം കനാന്റെ സന്തതികൾ ഈ ദേശമെല്ലാം കൈയടക്കി. പലസ്തീൻ എന്ന പേര് വരാൻ, പിന്നത്തേതിൽ വരാൻ പടിഞ്ഞാറ് തീരത്ത് ഫെലിസ്തീൻ ധാരാളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിൽക്കാലത്ത് തന്നെ പലസ്തീൻ എന്ന പേര് ലോപിച്ചു വന്നു. എബ്രായരുടെ ദേശം എന്ന് പറയാൻ കാര്യം നദി കടന്ന് വന്ന അബ്രഹാമും അവന്റെ സന്തതികളുടെ പരമ്പരകളും പാർത്ത സ്ഥലമാണ്. അതുകൊണ്ട് എബ്രായരുടെ ദേശം. വാഗ്ദത്ത നാട് എന്ന് പേര് വരാൻ കാരണം ഉൽപ്പത്തി 13-ലും 15-ലും എല്ലാം കൂടെ അബ്രഹാമിനോടും പിന്നത്തേതിൽ ഇസഹാക്കിനോടും യാക്കോബിനോടും എല്ലാം ദൈവം വാഗ്ദത്തം ചെയ്ത ഭൂമി ആയതുകൊണ്ട് വാഗ്ദത്ത നാടെന്ന് പേര് വന്നു. പിന്നെ അടുത്ത കാലത്ത് ആ വിശുദ്ധ നാടെന്നുള്ള പേര് വന്നിരിക്കുന്നത്. അതിന് ചില ആൾക്കാർ ചിലരെ കൊണ്ടുപോകുന്നുകൊണ്ട് ഇത്ര തല കൊണ്ടുപോയ അവർക്ക് ഫ്രീയുമാ, അവർക്ക് വേറെ അതിനുള്ള നമ്മുടെ ആൾക്കാരെല്ലാം വിശുദ്ധ നാട് കാണാൻ പോകാറുണ്ട്. പുസ്തകം പഠിപ്പിക്കുന്ന ഈ ഭൂമിയിൽ ഒരു വിശുദ്ധ നാടുമില്ല. കാരണം സകല ലോകവും പുത്തന്റെ. പിന്നെ ആരെങ്കിലും 10 പുത്തൻ ഉണ്ടാക്കുന്ന ആ വഴി ഉണ്ടാക്കട്ടെ, നമ്മളിപ്പോ എന്നാ ചെയ്യാനാ? ഒടുവിൽ കണക്ക് പറയും. എന്തായാലും ഈ നാട് എല്ലാം കൊണ്ടും നല്ല സ്ഥലമാണ് ഈ കനാൻ ദേശം. ഞാൻ ഓർപ്പിച്ചല്ലോ, സുന്ദര സുലഭലമായ സ്ഥലമാണ് കനാൻ ദേശം. കനാൻ ഒത്തിരി പ്രത്യേകതയുണ്ട്. എല്ലാ വാക്യങ്ങളും പഠിപ്പിക്കുന്നില്ല. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യവും, ആവർത്തന പുസ്തകം 11-ാം അധ്യായത്തിന്റെ 10, 11, 12, 106-ാം സങ്കീർത്തനത്തിന്റെ 24-ാം വാക്യവും, 13-ാം സങ്കീർത്തനത്തിന്റെ 6-ാമത്തെ വാക്യവും, ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 2 മുതൽ താഴോട്ട് പഠിക്കുമ്പോഴൊക്കെ ഈ ദേശത്തിന്റെ വിശേഷത എല്ലാം വായിപ്പിക്കാൻ നേരമില്ല. ഒരു വാക്യമായൊരു കനാന്റെ പ്രത്യേകത ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 7 മുതൽ താഴോട്ട് വായിര്. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ. അല്ലയോ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊടുക്കുള്ള ഉറവകളും തടാകങ്ങളുമുള്ള ദേശം, കോതമ്പ്, യവവും, മുന്തിരിയും, അത്തിയും, മാതളവുമുള്ള ദേശം, ഒലിവ് വൃക്ഷവും തേനുമുള്ള ദേശം, സുഭിക്ഷമായിട്ട് ഉപജീവനം കഴിക്കാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, കല്ല് ഇരുമ്പായിരിക്കുന്നതും മലകളിൽ നിന്ന് താമ്രം വെട്ടിയെടുക്കുന്നതുമായ ദേശം. എന്നിട്ട് പറയാ, നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന ഈ നല്ല ദേശത്തെ കുറിച്ച് നീ യോഗത്തിന് വന്ന് കാലും വെച്ച് കയ്യും കെട്ടി വായും പൂട്ടിയിരിക്കണമെന്നല്ല, സ്തോത്രം ചെയ്യണമെന്ന്. ചില യോഗത്തിനൊക്കെ ചെന്ന് ഫ്രണ്ടിൽ ഇരിക്കുന്നവര് തന്നെ ഇവിടെ എല്ലാവരും വളരെ മാന്യമായിട്ടും യോഗ്യമായിട്ടും ഭക്തിയോടും ഭയത്തോടും ഈ ശുശ്രൂഷയിൽ സഹകരിക്കുന്നു. ചിലയിടങ്ങളിൽ ചെന്നാൽ ചില ആൾക്കാരിക്കുന്ന കാല് വെച്ച് തള്ളവരിലുമൊക്കെ ഉറപ്പിച്ച് അവിടെ നിന്ന് മൊബൈൽ ചെയ്യുന്നു, വർത്താനം. ഇവിടെ ചിലര് ആട് ചവയ്ക്കും പോലെ നട്സും ചവച്ചോണ്ടായിരിക്കുന്നേ. ഞാൻ കണ്ട കാര്യമാണ്. കണ്ടോ? ഇല്ല, കാണാതിരിക്കട്ടെ. ആരാധനയ്ക്ക് ഭക്തിയോടിരിക്കണം. പുസ്തകത്തിലെ വാക്യം നിങ്ങളുള്ള ഭക്തിയോടെ ഞാൻ അങ്ങനെ സ്തോത്രം. ദൈവാലയത്തിൽ ചെല്ലുമ്പോൾ ഭക്തിയോടെ ചെല്ലണം. ദൈവത്തിന് മഹത്വം. ആ ഭാഗത്തേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല. അലക്ഷ്യമായിട്ടിരിക്കരുത്. ഉദാസന യിരെമ്യാവ് 48:10 അറിയാമല്ലോ, പഠിപ്പിക്കണ്ടല്ലോ. യഹോവയുടെ പ്രവൃത്തി ഉദാസനയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനാ. നമ്മൾ പെന്തിക്കോസുകാര് ശാപമെല്ലാം മാറിയെന്നും പറഞ്ഞായിരിക്കുന്നേ. അങ്ങനെ ഒരു പാട്ടുമുണ്ട്, നീങ്ങിപ്പോയി എന്റെ
രക്ഷിക്കപ്പെടുന്നത് വരെയുള്ള സകല ശാപങ്ങളും പാപങ്ങളും യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ കർത്താവ് ക്ഷമിക്കും. പ്രവചന പുസ്തകത്തിലെ വാക്യത്തിന്റെ വെളിച്ചത്തിൽ അതെല്ലാം സമുദ്രത്തിന്റെ ആഴത്തിലുണ്ട്. എന്നാൽ ഈ കൃപയിൽ വന്നു കഴിഞ്ഞ് ഞാനും നിങ്ങളും പ്രമാണത്തിനും വ്യവസ്ഥയ്ക്കും നിരക്കാത്തം ചെയ്താൽ ശാപം ഉണ്ടാകും. ഒത്തിരി തെളിയിക്കാനുണ്ട്. ഒന്ന് രണ്ടെണ്ണം വായിച്ചോ. സംശയം, എല്ലാവർക്കും സംശയം. മോളെ യിരെമ്യാ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 2-ാം വാക്യവും യിരെമ്യാവ് 17-4 മുതൽ താഴോട്ടുള്ള വാക്യവും, അതുപോലെ യിരെമ്യാ പ്രവചനം 48-ന്റെ 10-ഉം, മലാഖി പ്രവചനം 3-ാം അധ്യായത്തിന്റെ 9-ഉം, മത്തായി സുവിശേഷം 25-ന് 41-ഉം 42-ഉം, പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 16 മുതൽ താഴോട്ടും. ശാപം ഉണ്ടോ ഇല്ലോ എന്ന് തെളിയിക്കും. എല്ലാം ഇപ്പം വായിപ്പിക്കുന്നില്ല. വായിച്ച് യിരെമ്യാവ് 11-2. ഈ നിയമത്തിന്റെ വചനങ്ങളെ നിങ്ങൾ കേട്ട് യഹൂദ പുരുഷന്മാരോടും യെരൂശലേം നിവാസികളോടും പ്രസ്താവിക്കണം. നീ അവരോട് പറയേണ്ടത് എന്തെന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഈ നിയമത്തിന്റെ വചനങ്ങളെ കേട്ട് അനുസരിക്കാത്ത മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. നന്നായിട്ട് കേൾക്കുന്നുണ്ട്. നമ്മളെല്ലാം ഞാൻ സഹിതം നന്നായിട്ട് കേൾക്കുന്നുണ്ട്. കേട്ട് വെച്ച് മാർക്കും ഒക്കെ ഇടോ, അഭിപ്രായം ഒക്കെ പറയും. കൊള്ളാം. എന്നാലും ഇന്നത്തെക്കാലം മിനിഞ്ഞാന്നതായിരുന്നു കുറച്ചുകൂടെ. എല്ലാരും അഭിപ്രായം പറയണമല്ല. കർത്താവ് ചോദിച്ചില്ലയോ അഭിപ്രായം? നാട്ടുകാരെന്നെ പറ്റി എന്നാ പറയുന്നെന്ന്. അഭിപ്രായം വല്ലപ്പോഴും ഒക്കെ ചോദിക്കുന്നത് നല്ലതാ. വിശ്വാസിയോട് ഉപദേശം ചോദിക്കട്ടെ, എങ്ങനെയുണ്ട് എന്റെ പ്രസംഗം? ഓ പാസ്റ്റർ മനക്കേട്. എന്നോട് ഒരാൾ 1-2 പേര് പറയും സമയത്തും കാലത്തും നിർത്തണം കേട്ടോ. അല്ലാതെ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ? പിന്നെ നമ്മള് ബ്രേക്കില്ലാത്ത സൈക്കിളെ ഇറക്കത്തിൽ പോയാലോ? എവിടെയെങ്കിലും ഒന്ന് മുട്ടണ്ടേ? ഞങ്ങളുടെ സഭയില് ഇപ്പോൾ ഇവിടെ അല്ല, പണ്ട് കൂടിക്കൊണ്ടിരുന്നിടത്ത് മുമ്പേ പറഞ്ഞ അച്ചായനുള്ള സഭയില ഒരു ഉപദേശി വാക്യം എടുത്ത് പുള്ളി വലിയ ഇതില്ല, സമയവും പോകുന്നു. 1 മണിക്ക് നിർത്തേണ്ടതാ. പുള്ളി എന്ത് ചെയ്തിട്ട് 1:15 നിർത്തുന്നില്ല. അപ്പൊ ഒരു വാക്യം പുള്ളി പറഞ്ഞിട്ട് പുള്ളിക്ക് അങ്ങോട്ട് ഓർക്കുന്നില്ല. അപ്പൊ അച്ചായൻ പറഞ്ഞു, കുഴപ്പമില്ല, ഇനി പിന്നെങ്ങാനും വരുമ്പോ പറഞ്ഞാൽ മതി, ഇപ്പൊ അത് കേട്ടിട്ട് വലിയ അത്യാവശ്യവും. 1 മണിയായിട്ട് നിർത്തിയില്ല, 1:15. അപ്പൊ പുള്ളി പിന്നെയും വാക്യം പറഞ്ഞപ്പോ റെഫറൻസ് ഓർക്കുന്നില്ല, പുള്ളി തപ്പല. എന്നാലും പുള്ളി പറഞ്ഞു, മതി, ഇനി പിന്നെങ്ങാനും വരുമ്പോ അത് ഓർത്ത് പറഞ്ഞാൽ മതി, ഇപ്പൊ അത് അറിഞ്ഞിട്ടും വലിയ അത്യാവശ്യം ഒന്നും, ആവശ്യമുള്ളതൊക്കെ ഞങ്ങൾക്ക് കിട്ടി, ഇരിക്കാൻ പറഞ്ഞു. കേൾക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരും. എന്നാലും അതൊക്കെ അങ്ങനെയുള്ളവരുള്ളതും പിന്നെ നല്ലതാ. അങ്ങനെയുള്ളവരുള്ളപ്പോ നമ്മളും കുറച്ചുകൂടെ വചനം വായിച്ചും ധ്യാനിച്ചും വരും. പാപ്പച്ചനുണ്ട്, ദൈവമേ, നല്ലതാ. അപ്പൊ എന്തായാലും ഒരു കാര്യം പറയാം, ഈ കനാൻ ദേശം എല്ലാം കൊണ്ട് നല്ല സ്ഥലമാണ്. നോഹയുടെ കൊച്ചുമക്കള് ഈ കനാന്യര് വന്നതുകൊണ്ടാണ് ഇതിന് കനാൻ ദേശം എന്ന പേര്. പലസ്തീനിൽ നിന്ന് വരാൻ കാര്യം, പെലിസ്തീന് ധാരാളമുണ്ട് പടിഞ്ഞാറൻ തീരത്ത്. എല്ലാം കൊണ്ട് നല്ല സ്ഥലമാണ് കനാൻ ദേശം. അപ്പോൾ ഈ കനാൻ ദേശത്തോട് ഏറ്റവും അടുത്ത് കിടന്ന സ്ഥലമാണ് കാദേശ്. കനാന്റെ പ്രത്യേകതയായി ഇപ്പം വായിച്ചത് ആവർത്തനം 8-7 മുതൽ. അല്ലയോ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുവന്നു. നല്ല ദേശത്തേക്കാ കൊണ്ടുവന്നിരിക്കുന്നത്. ദൈവത്തിന്റെ മഹത്വം. നല്ല ദേശത്തേക്ക്. ആ ശാപത്തിന്റെ കാര്യമൊന്നും ഞാനിപ്പോ പറയുന്നില്ല, നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി, നേരമില്ല. നല്ലൊരു ദേശത്തേക്കാണ് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വചനത്തോട് ചേർന്ന് പറയട്ടെ, ഈ കൃപയിൽ വന്നതായ ഏറ്റവും വലിയ ഭാഗ്യം, യേശുവിനെ അറിഞ്ഞതായ ഏറ്റവും വലിയ ഭാഗ്യം. എന്റെ സഹപഠന്മാരോട് ഞാൻ പറയട്ടെ, ഏറ്റവും വലിയ പ്രത്യേകത, വിശേഷത, കർത്താവിന്റെ മഹത്വമുള്ള വേല ചെയ്യുന്നതാ. അനേകർക്ക് ലഭിക്കാത്ത പദവിയാ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഞാന് ഓരോ ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോഴും പോകുമ്പോഴും എല്ലാം നിങ്ങളും അങ്ങനെയൊക്കെ തന്നെ അതിയായി സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാനുള്ളതിന്റെ പല കാര്യത്തിൽ 2 കാര്യം പറയാം. ഒന്ന്, എന്നേക്കാൾ അല്ലെ നമ്മളെക്കാൾ ജ്ഞാനമുള്ള, സൗന്ദര്യമുള്ള, കഴിവുള്ള, കരുത്തുള്ള ദൈവദൂതന്മാര് ഈ ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിച്ചു. ദൈവം കൊടുത്തില്ല. ജ്ഞാനമില്ലാഞ്ഞ, സൗന്ദര്യമില്ലാഞ്ഞ, കഴിവില്ലാതിരുന്ന എന്നെയും നിങ്ങളെയും ഈ ശുശ്രൂഷയ്ക്കാക്കി. ദൂതന്മാർക്കൊക്കെ എന്തോ കഴിവാ, എന്തോ സൗന്ദര്യമാണ്.
ഒരാൾ വന്നപ്പോ ചോദിച്ചു പേരെന്നാണ്, പേര് അതിശയമാണെന്ന് പറഞ്ഞു. യു PA സാറിന്റെ അപ്പനല്ല, ഭയങ്കര കരുത്തുമാ. ഒരു ദൂതനെ വിളിച്ചു പറഞ്ഞ അശൂർ പാളയത്തിലോട്ട് പോയിച്ചു വരാം, ഒറ്റയടി 1,85,000. ഇങ്ങനെയുള്ള ഈ ദൂതന്മാർക്ക് ഈ ശുശ്രൂഷ കൊടുത്തില്ല. യാതൊരു കഴിവും യാതൊരു സൗന്ദര്യവും യാതൊരു വിശേഷതയില്ലാത്ത എന്നെയും നിങ്ങളെയും ഈ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം തെരഞ്ഞെടുത്തു.